ജീവിതത്തിന്റെ താഴ്ചകളിൽ നിന്നും ഉയരത്തിലേക്ക് പറന്നു കയറിയ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. ഫ്രെയിമുകളിൽ വിസ്മയ കഥകൾ ഒളിപ്പിച്ചു വെച്ച ഫോട്ടോഗ്രാഫർ ഷൈനി സജീഷ്. നമ്മൾ നിത്യവും കാണുന്ന എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്ന നിമിഷങ്ങളാണ് ഷൈനിയുടെ ലെൻസിൽ അധികവും പതിയുന്നത്. ആ ചിത്രങ്ങളെല്ലാം കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ജീവിതയാത്രയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാഴ്ചകളുണ്ട്. അസാധാരണമായ സൗന്ദര്യത്തോടെ ഷൈനി തന്റെ ക്യാമറയിൽ പകർത്തിവെച്ചിരിക്കുന്നു. ാണ് ഷൈനി ഫോട്ടോഗ്രാഫി രംഗത്തെത്തുന്നത്. കോവിഡ് കാലത്തെ അതിജീവനം, പ്രതിസന്ധിയിലായ ഷൈനി തട്ടുകട നടത്തിയും തൊഴിലുറപ്പ് ജോലി ചെയ്തുമാണ് ജീവിതം തിരിച്ചുപിടിച്ചത്. ഇപ്പോൾ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി, വെഡ്ഡിംഗ് ഇവന്റ് മേഖലയിൽ സജീവമാണ് ഷൈനി. ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ലാത്ത ഷൈനിയുടെ ഈ ചിത്രങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ഫോട്ടോഗ്രാഫി എന്താണെന്നോ അതിൻ്റെ നിയമങ്ങൾ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ക്യാമറ ഓണാക്കാൻ പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ സ്റ്റുഡിയോയിലെത്തുന്നത്. ക്യാമറയോടുള്ള സ്നേഹവും പടത്തിനോടുള്ള സ്നേഹവും വന്നത് കൊറോണയുടെ സമയത്താണ്. കാരണം നമ്മളെ കോഴിക്കോട് നഗരത്തിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെ കാണുന്ന ഓരോ ഫോട്ടോസും ഞാൻ എടുത്തിട്ടാണ് തോതിൽ വന്നത്. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന വെയിൽത്തുണ്ടുകളും ചുളിവ് വീണ മുഖങ്ങളിലെ ചിരിയും പ്രകൃതിയുടെ നിഗൂഢമായ ഭാവങ്ങളുമെല്ലാം ഈ പ്രദർശനത്തിലുണ്ട്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണയും ഷൈനിക്ക് കരുത്തായി ഒപ്പമുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് മക്കളുടെ അടുത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടാറ്. എൻ്റെ ചെറിയ മോളാണ് ഏറ്റവും കൂടുതൽ എന്നെ ഫോട്ടോഗ്രാഫിയിൽ സഹായിക്കാറ്. അപ്പം അവളുടെയൊക്കെ വലിയ സപ്പോർട്ടും കുടുംബം അയൽവാസികളതായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക്. വെയിൽ, സ്വപ്നം, ജീവിതം എന്ന പേരിൽ കോഴിക്കോട്ട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം തുടരുകയാണ്. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഷൈനി സജീഷ് തന്റെ ആത്മവിനിമയത്തിന്റെ ഉപാധിയായാണ് ഫോട്ടോഗ്രാഫിയെ കാണുന്നത്. ജീവിതം പറയുന്ന ചിത്രങ്ങളാണ് ഷൈനിയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത്. നിരവധി പ്രതിസന്ധികൾക്കിടയിലും ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ലാത്ത ഷൈനി ക്യാമറയുമായി മുന്നോട്ട് തന്നെ. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ലക്ഷ്മി ബാലചന്ദ്രൻ, 24 കോഴിക്കോട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചിത്ര പ്രദർശനമൊക്കെ കാണാൻ പോകുന്നത് വളരെ നന്നായിരിക്കും. നമ്മള് ചിലപ്പം ഇടയ്ക്ക് നമ്മൾ നേരിട്ട് കാണുന്നതാണെങ്കിൽ കൂടിയും ക്യാമറ കണ്ണിൽ കൂടെ കാണുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്തൊരു വന്യതയും ഒരു ഭംഗിയൊക്കെ ഉള്ള ഫ്രെയിമുകൾ. പക്ഷേ എനിക്ക് എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.